ഗർഭാശയം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒന്നാമത് വരാനായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. കുട്ടികൾ ഉണ്ടാവാൻ താമസിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളിൽ ഇതിന് പോസിബിലിറ്റി അതെല്ലാം അപ്പോഴും ഹൈപ്പർ ഈസ്ട്രോജനിക് സ്റ്റേജ് ആണല്ലോ. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടുതലാണ് കേരളത്തിൽ. ഇത് ഡയറ്റ് മോഡിഫിക്കേഷനും എക്സസൈസും. അപ്പോൾ എന്തൊക്കെ ഡയറ്റ് നമ്മൾ കഴിച്ചാൽ അത് നമുക്ക് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ല, പണ്ടൊക്കെ എല്ലാവരും വിചാരിക്കുന്നു ക്യാൻസർ തൊട്ടാ പകരുമെന്ന്. അതൊക്കെ തന്നെ മാറിയിട്ട് അതൊക്കെ തന്നെയും മാറി. ഫ്യൂച്ചറിൽ ഈ ക്യാൻസറിനൊരു പ്രിവെന്റീവ് മെഡിസിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരൊന്ന് എനിക്ക് ജീവിക്കണം, എനിക്ക് വേണ്ട എന്ത് ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് ജീവിക്കണം, എൻ്റെ കുട്ടികളെ വളർത്തണം. അവർ വളരെ ചെറു പ്രായമാണ്, അവരെ എനിക്ക് വളർത്തണം. ആ ഒരു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ഭക്ഷണ രീതികൾ ഇതിനൊരു കാരണമാകുന്നുണ്ടോ? ഈ ഗർഭാശയ ക്യാൻസറിന് ഇത് റിമൂവ് ചെയ്യുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അതല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? മാം, എന്താണ് ഈ സ്ത്രീകളിൽ ഈ ഗർഭാശയ ക്യാൻസറിന് കാരണം? ഗർഭാശയ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അത് പലതരത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഗർഭാശയം ഒന്ന്, ഗർഭാശയ ഗളം വേറൊന്ന്, അണ്ഡാശയം. ഇത് 3 ക്യാൻസറുമാണ് ഗൈനക്കോളജി ക്യാൻസറിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നത്. ഗർഭാശയങ്ങളും ഒരു യൂട്രസ് എന്ന് പറയുന്ന അതിൻ്റെ അപ്പർ പാർട്ടിന് ഗർഭാശയം എന്ന് പറയും, അല്ലെ യൂട്രൈൻ ബോഡി എന്ന് പറയും. അതിൻ്റെ താഴെ പാട്ടാണ് ഗർഭാശയ ഗളം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കാരണങ്ങൾ, ട്രീറ്റ്മെൻറ്റൊക്കെ ഞാൻ എപ്പോഴും പറയും ധ്രുവങ്ങളുടെ അന്തരം ഉണ്ടെന്ന്. പക്ഷേ ഗർഭാശയ കള ക്യാൻസറിൻ്റെ കോസസ് നമുക്ക് പറയാം HPV DNA വൈറസ് കൊണ്ടാണല്ലോ അതുണ്ടാകുന്നത്. പിന്നെ അതിൻ്റെ ഇൻഫെക്ഷൻ്റെ കോസസ് ഒരു ഇതിൽ പറയാം. പക്ഷെ ഗർഭാശയം എന്ന് പറഞ്ഞാൽ ഗർഭാശയം, അണ്ഡാശയം അല്ലെ ബ്രസ്റ്റ്, ഇതെല്ലാം ഒരു ഗണത്തിൽപ്പെടുന്നതാണ്. ഇത്തിരി വ്യത്യാസമാണ് ഗർഭാശയ ഗളത്തിൽ നിന്ന്, വളരെ വ്യത്യാസമാണ് അതിൻ്റെ കാര്യങ്ങൾ. ഭക്ഷണം ഇതൊരു കാരണമാണ്? നമ്മുടെ ഭക്ഷണ രീതികൾ ഇതിനൊരു കാരണമാകുന്നുണ്ടോ? ഗർഭാശയ ഗളം എന്ന് പറഞ്ഞാൽ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്നതാണ്. ഗർഭാശയ ക്യാൻസറിന് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണമൊക്കെ ആയിട്ട് വളരെ ലൈഫ് സ്റ്റൈൽ ഒരു ഡിസീസ് എന്ന് തന്നെ വേണേൽ അതിന് പറയാം. ഗർഭാശയം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒന്നാമത് വരാനായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഗർഭാശയ ക്യാൻസറുകളിൽ ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ് ഏറ്റവും ലീഡിങ് ആയിട്ടുള്ളത് സ്ത്രീകളിൽ. പിന്നെയുള്ള ഗർഭാശയ ക്യാൻസറുകളിൽ മുന്നോട്ട് വരാൻ, ഇങ്ങനെ ലീഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഗർഭാശയ യൂട്രൈൻ ക്യാൻസേഴ്സ്. അപ്പോൾ അതിന് ഞാനിപ്പം പറയുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും നമ്മൾ ഒബീസിറ്റി, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് റിലേറ്റഡാണ്. ക്യാൻസർ പൊതുവേ പറഞ്ഞാൽ തന്നെ 70 to 8% ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഈ കോർപ്പസ് ക്യാൻസർ സിൻഡ്രോം അല്ലെ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അതിലുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. ഈ PCOD പോലെയുള്ള അസുഖങ്ങളുള്ളവർക്ക് ഇത് അത് ഞാൻ അതിലേക്ക് വരുവാണ്. അതിന് സാധ്യത ഉള്ളുണ്ട്. അപ്പോൾ ഏറ്റവും സാധ്യത എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഈസ്ട്രജൻ ശരീരത്തിൽ എത്ര കൂടുന്നോ, എത്ര യൂട്രസിൽ ആക്ട് ചെയ്യുന്നോ അത്രയും അതാണ് അതിൻ്റെ ഒരു അപകട സാധ്യത. എത്രയും വർഷം യൂട്രസിൽ ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ ഹോർമോണാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ ഹോർമോണാണ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണുമാണ് 2. പക്ഷേ ഈസ്ട്രോജൻ്റെ ആക്ഷൻ എത്ര വർഷം കൂടുതൽ ഗർഭാശയത്തിലുണ്ടോ അത്രയുമാണ് അതിൻ്റെ ഒരു ക്യാൻസർ റിസ്ക് ആയിട്ട് പറയുന്നത്. അപ്പം ശരീരത്തിൽ ഈസ്ട്രോജൻ കൂടുതലുണ്ടാകുന്ന അവസ്ഥകൾ ഏതൊക്കെയാണോ അതെല്ലാം ഇതിനൊരു റിസ്ക് ഫാക്ടറാണ്. അപ്പം അതിൽ വരുന്നതാണ് എർലി മെനാർക്കി. വെച്ചാൽ ഏറ്റവും മെനാർക്കി ആദ്യം നേരത്തെ ഉണ്ടാകുക, അല്ലെ വിരാമം താമസിക്കുക, കുട്ടികൾ ഉണ്ടാകാതിരിക്കുക, അതുപോലെ തന്നെ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്. അപ്പം നമ്മളൊരു റിലേറ്റീവ് റിസ്ക് പറയുവാണെങ്കിൽ ഇപ്പോൾ ഇതിനൊക്കെ 2 എന്ന് വെച്ചോളൂ. സാധാരണ വരുമ്പോൾ ഒരു 0 to 1 അല്ലേ. അപ്പോൾ ഈ നമുക്ക് നേരത്തെ ഇത് കുട്ടികളുണ്ടാകാതിരിക്കുക, അല്ലെ മെനാർക്കി എർലി ആകുക, വിരാമം ലേറ്റ് ആകുക, മെനപ്പോസ്. അപ്പോൾ അതിലൊക്കെ ഒരു 2 ആകാം നമുക്ക്. പക്ഷേ അതിൽ ഈ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസിലൊരു 3 ടൈംസ് അതിൽ പറയാം. ഇപ്പോൾ മുൻപൊക്കെ ഈ ഓവറി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗർഭപാത്രം റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഒരു പ്രായത്തിന് ശേഷമാണ് ഉണ്ടാവാറ്, അങ്ങനെ ഇതും അങ്ങനത്തെ ഗർഭാശയ ക്യാൻസേഴ്സ് ഒരു പ്രായത്തിന് ശേഷം തന്നെയാണ്. ആഫ്റ്റർ 60 years ആണ് ആഫ്റ്റർ 60 years ആണ് അത് ഏറ്റവും കൂടുതൽ കാണുന്നത്. പക്ഷേ എന്നാൽ ചെറുപ്പക്കാരിൽ വരാം. അപ്പോൾ ചെറുപ്പക്കാരിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഇത് ഹെറിഡിറ്ററി ആയിട്ട് വന്നതാണോ എന്നുള്ളതാണ്. ഒരു 45-50 വയസ്സിന് താഴെയാകുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഹെറിഡിറ്ററി ഫാക്ടർ ഇതിലുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ കൃത്യമായ വ്യായാമം ഉള്ളവർക്കാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഈ ഹെറിഡിറ്ററി ആയിട്ടുള്ള ഡിസീസ് വരാനുള്ള സാധ്യത ഉണ്ടാവും. അതുണ്ട്. പക്ഷേ വ്യായാമമൊക്കെ അതിന് മോഡിഫൈ ചെയ്യാം.
ചെയ്യാം. പക്ഷേ ഇതിപ്പം ജനറ്റിക് ആകുമ്പോൾ നമുക്ക് ജീനൊക്കെ ടെസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ജനറ്റിക് ആകുമ്പോൾ അത് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഹെറിഡിറ്ററി ആണോ എന്ന് അറിയുന്നത്. ഇപ്പോഴുള്ള ജനറേഷൻ, ഇപ്പോഴത്തെ ഒരു കുട്ടികളിൽ എപ്പോഴും അല്ലെങ്കിൽ സ്ത്രീകളിൽ എപ്പോഴും ഈ സിസ്റ്റിൻ്റെ ഒരു കാര്യം പറയാൻ തുടങ്ങി. അപ്പം അത് ക്യാൻസറസ് ആണെന്നൊരു വാദമുണ്ട്, ക്യാൻസറസ് അല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്തുകൊണ്ടാണ് ഈ സിസ്റ്റിൻ്റെ ഒരു ഗ്രോത്ത് എപ്പോഴും കൂടുന്നത്? ഇപ്പോൾ ഒത്തിരി സ്ത്രീകളിൽ അങ്ങനെ സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, സിസ്റ്റം എന്ന് പറയുന്നത് മെയിനായിട്ട് ഓവറി, അണ്ടാശയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അണ്ടാശയമായിരിക്കും, അതിലാണ് സിസ്റ്റുകൾ വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ അണ്ടാശയത്തിൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഏജിലാണെന്ന് ആദ്യം നോക്കണം. ഇപ്പോൾ ചെറുപ്പക്കാരിൽ ഇപ്പോൾ 20 ഇയേഴ്സിന് താഴെയുള്ളവരിലും 40 വയസ്സിന് മുകളിലുള്ളവരും ക്യാൻസർ സാധ്യത കൂടുതലാണ് അണ്ടാശയ സിസ്റ്റുകൾക്ക്. എന്നാൽ 20 to 40 ഇയേഴ്സ് സിസ്റ്റുകൾ, സാധാരണ സിസ്റ്റുകളും വരാം, ഓവുലേഷൻ്റെ വരുന്ന ഇഫക്റ്റായിട്ടുള്ള വരുന്ന സിസ്റ്റുകളും വരാം. പക്ഷേ എന്നാൽ അതിൻ്റെ സിസ്റ്റുകൾക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് അൾട്രാസൗണ്ട് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏതൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടേഴ്സ്, പിന്നെ അതെങ്ങനെ ഗ്രോ ചെയ്യുന്നു, ഇതുപോലെ തന്നെ ഏജ്, അതെല്ലാം വെച്ചാണ് അതിൻ്റെ ഒരു ഇത് ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. പിന്നെ ഇത് CT വേണമെങ്കിൽ CT ചെയ്യാം. നമുക്ക് അൾട്രാസൗണ്ടിൽ ശരിക്കും അറിയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ CT, MRI, അങ്ങനെ പല ഇൻവെസ്റ്റിഗേഷൻസിൽ കൂടെയാണ് അതറിയുന്നത്. അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മളൊന്ന് പറയേണ്ടത്, ഈ ഒരു സിസ്റ്റ് കണ്ടാൽ അത് ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് അറിയാതെ ഒരു സർജറിക്ക് പോകരുത് എന്നുള്ളതാണ്. നമ്മളൊരു അവയർനെസ് ആയിട്ട് കൊടുക്കേണ്ടത് അതാണ്. ഇപ്പം സിസ്റ്റ് ഒത്തിരി ഉണ്ട്, അത് പ്യുവർ സിസ്റ്റ് ആണോ, അതിലെന്തെങ്കിലും ക്യാൻസർ എലിമെൻ്റ് ഉണ്ടോ എന്ന് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നോക്കാതെ പെട്ടെന്ന് കയറിയ സിസ്റ്റ് കണ്ടുകൊണ്ട് പെട്ടെന്ന് കയറിയ ഒരു ലാപ്രോസ്കോപ്പിക് സർജറി അല്ലെ വേറെ എന്തെങ്കിലും സർജറി ചെയ്താൽ നമുക്ക് കൂടുതൽ സ്പ്രെഡ് ഉണ്ടാക്കും. കുട്ടികൾ ഉണ്ടാവാൻ താമസിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളിൽ ഇതിന് പോസിബിലിറ്റി അതെല്ലാം അപ്പോഴും ഹൈപ്പർ ഈസ്ട്രോജനിക് സ്റ്റേജ് ആണല്ലോ. ഇപ്പോൾ ഉണ്ടാകാതിരുന്നാലും എത്രയും നാൾ കൂടുതലാണല്ലോ ഇത് ഗർഭാശയത്തിലെ ഈസ്ട്രോജൻ്റെ ആക്ഷൻ അത്രയും കൂടുതലാണല്ലോ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഈസ്ട്രോജൻ്റെ ലെവൽ നമുക്ക് ശരീരത്തിൽ കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ മെറ്റബോളിക് സിൻഡ്രോമിൽ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷന്, ട്രൈഗ്ലിസറൈഡിൻ്റെ കൂടുതൽ, പിന്നെ സെൻട്രൽ ഒബിസിറ്റി. ഇപ്പോൾ ഈ ഡയബറ്റീസിലൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, ആൾക്കാർക്ക് ഈ സെൻട്രൽ ഏരിയയിൽ മുഴുവൻ വണ്ണം വെച്ചിരിക്കും, കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും, അതുപോലെ തന്നെ വയറിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് അവിടെ നിന്നെല്ലാം ഈസ്ട്രോജൻ്റെ ഉത്പാദനം കൂടും. അപ്പോൾ അവർക്ക് ഈസ്ട്രോജൻ്റെ ലെവൽ ഹൈ ആയിരിക്കും, പിന്നെ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് ലെവൽ ഹൈ ആയിരിക്കും, പിന്നെ ബ്ലഡ് ഷുഗർ ഹൈ ആയിരിക്കും, ഇൻസുലിൻ ലെവൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഇൻസുലിൻ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല ആ കോശങ്ങൾക്ക്. അപ്പോൾ അതിന് ഈ ഓക്സിജൻ ശരിയായിട്ട് അങ്ങോട്ട് കിടക്കാത്തതുകൊണ്ട്, ഫാറ്റ് കോശങ്ങൾ ഓക്സിജൻ കിടക്കാത്തതുകൊണ്ട് അവർക്ക് ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇൻസുലിൻ ലെവൽ കൂട്ടും ശരീരം. അപ്പോൾ അവർക്ക് ഇൻസുലിൻ ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന ഒന്നാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അതിൽ ഈ ക്യാൻസർ സാധ്യത ഭയങ്കര കൂടുതലാണ്. അതിൽ ഈ ഗർഭാശയ ക്യാൻസർ മാത്രമല്ല, കുടൽ ക്യാൻസറുകൾ, പാൻക്രിയാസ്, പ്രോസ്റ്റേറ്റ്, അണ്ടാശയ ക്യാൻസർ ആൻഡ് ബ്രസ്റ്റ് ക്യാൻസർ, ഇതെല്ലാം കൂടുതലായിരിക്കും. ഈ കണ്ടീഷൻസിലുള്ള ആൾക്കാർക്ക് ഇതെല്ലാം കൂടുതലായിരിക്കും. ട്രൈഗ്ലിസറൈഡിൻ്റെ കൂടുതലും, എന്നാൽ ഗുഡ് കൊളസ്ട്രോൾ കുറവായിരിക്കും. ഈ ജെനിറ്റോ യൂറിനറി സർജൻ, അപ്പം ആ ലെവലിൽ കൂടെ സർജൻ കൂടെയാണ് മാം. അപ്പം എന്താണ് ആക്ച്വലി ഈ സർജറി എന്ന് ഉദ്ദേശിക്കുന്നത്? ജെനിറ്റോ യൂറിനറി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് യൂറോളജി എന്നാണ്, ജെനിറ്റോ യൂറിനറി സർജറി എന്നാണ് അത് എഴുതുന്നത്. നമുക്ക് കോഴ്സിനൊക്കെ എഴുതുന്ന അതാണ്. എന്നാൽ ജനറലായിട്ട് അതിന് യൂറോളജി എന്നാണ് പറയുന്നത്. അപ്പം ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഗൈനക്കോങ്കോളജിയും യൂറോളജി ക്യാൻസറും അത് ഏകദേശം ഒരേ രീതിയിലാണ് അത് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ജെനിറ്റോ യൂറിനറി സർജൻസ്, ക്യാൻസർ സർജൻസ് എപ്പോഴും സാധാരണ ഗൈനക്കോങ്കോളജിയും ഈ യൂറോളജി ക്യാൻസേഴ്സുമാണ് സാധാരണ ഡീൽ ചെയ്യുന്നത്. ഈ ഗർഭാശയ ക്യാൻസറിന് റിമൂവ് ചെയ്യുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അതല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഗർഭാശയ ക്യാൻസർ ചെറുപ്പക്കാരിൽ വരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവരിൽ പ്രീ ക്യാൻസറസും അല്ലെങ്കിൽ വളരെ ഏർലിയാണ്. കുട്ടികളില്ല എന്നുണ്ടെങ്കിൽ യൂട്രസ് വെച്ചിട്ട് നമുക്കുള്ള സർജറി ഉണ്ട്, പ്രിസർവേഷൻ, യൂട്രൈൻ പ്രിസർവേഷൻ സർജറി ഉണ്ട്. പക്ഷേ അത് നമുക്ക് ഒരുപാട് ക്രൈറ്റീരിയസ് അതിന് നോക്കാനുണ്ട്. എന്ന് വെച്ചാൽ ഇത് കൂടിക്കഴിഞ്ഞാൽ ഏർലി സ്റ്റേജിൽ മാത്രമേ ഉള്ളൊരു 90 to 95% ക്യൂറാണിതിന്. പക്ഷേ അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം. എന്തെങ്കിലും സ്റ്റേജ് മാറിപ്പോയാൽ അത്രയും നമുക്ക് ക്യൂർ റേറ്റ് അങ്ങ് കുറയുവാണ്, താഴോട്ട് പോവുകയാണ്. അപ്പോൾ പല ക്രൈറ്റീരിയസിൽ വളരെ സ്ട്രിക്റ്റ് ക്രൈറ്റീരിയസ് ഫോളോ ചെയ്താണ് ഇത് യൂട്രസ് വെക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. വളരെ ഏർലി ആയിട്ട് ഗ്രേഡ് കുറഞ്ഞത് അല്ലെങ്കിൽ പ്രീ ക്യാൻസറസ്, ഇപ്പം ക്യാൻസർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അതിനൊക്കെയാണ് അത് കൺസിഡർ ചെയ്യുന്നത്. അതൊരു ഏത് സ്റ്റേജാന്ന് നോക്കിയിട്ടാണോ? അതെ അതെ, ഏത് സ്റ്റേജാണെന്നുള്ളത് MRIയിൽ നോക്കും. പിന്നെ അതിൽ വേണമെങ്കിൽ വേറെ പല ഇൻവെസ്റ്റിഗേഷൻസും ചെയ്ത് ഇപ്പം പെറ്റുവേണമെങ്കിൽ പെറ്റ് ചെയ്യും. സാധാരണ അത് MRIയിലാണ് ഏത് സ്റ്റേജാണെന്ന് അറിയുന്നത്. പിന്നെ കുട്ടികളില്ലാത്തവരിൽ മാത്രമേ സാധാരണ അത് നമ്മളങ്ങനെ വെക്കാനായിട്ട് നോക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഇത് വളരെ ക്യൂറബിൾ ക്യാൻസർ ആയതുകൊണ്ട് നമ്മൾ അത് വെച്ചിട്ട് അത് ഇപ്പോൾ ഈ സ്റ്റേജ് പോകുന്നോ സ്പ്രെഡ് ചെയ്യുന്നോ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ ഇത് വെക്കുന്ന കാര്യം തീരുമാനിക്കുകയുള്ളൂ. അത് ഒന്നെങ്കിൽ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും അതിൻ്റെ വെക്കുന്നതിൻ്റെ പ്രിസർവേഷൻ പ്രോട്ടോക്കോളിൽ, അല്ലെങ്കിൽ ഇൻസൈഡ് ലെയർ നമ്മൾ സർജറി ചെയ്ത് മാറ്റിയിട്ട് പിന്നെ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ്. ഇത് രണ്ടും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആണ്. ഈ ചിലർ പറയുന്നുണ്ട് ചില ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസറിൽ നിന്ന് മുക്തി നേടാൻ പറ്റും, ചില എനർജി ഡ്രിങ്കുകൾ കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻസറിൽ നിന്ന് മുക്തി നേടാൻ പറ്റും. ഇത് കുറേ കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അങ്ങനത്തെ മാം കേട്ടിട്ടുള്ള ഒരു അല്ലെങ്കിൽ അതൊരു മിഥ്യാധാരണയായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ക്യാൻസർ വരുന്നിടം വരെ നമുക്കതൊക്കെ നോക്കാം, പ്രിവെൻറ്റീവ് മെഷേഴ്സൊക്കെ നോക്കാം. പക്ഷേ നമുക്ക് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ചില ക്യാൻസറുകൾക്ക് WHO ലേഡ് ഡൗൺ ചെയ്ത പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ നോക്കണം. ഇപ്പോൾ സ്ക്രീനിങ് അല്ലെങ്കിൽ HPV ഡിറ്റക്ഷൻ്റെ ടെസ്റ്റുകൾ, അതെല്ലാം സ്ക്രീനിങ് വരുന്നതാണല്ലോ. മാമോഗ്രാം ചെയ്യണം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ആൻറ്റി ഓക്സിഡൻസ്, ക്യാൻസർ പ്രിവെൻറ്റീവ് എക്സസൈസ്, ഇപ്പം നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ കുറയ്ക്കാനായിട്ട് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഹൈപ്പർ ഈസ്ട്രോജൻ സ്റ്റേജ് ഒരു യൂട്രൈൻ ക്യാൻസറിനെ പ്രൊമോട്ട് ചെയ്യുമെന്ന്. അപ്പോൾ അത് നമുക്ക് കുറയ്ക്കാനുള്ള മാർഗം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണല്ലോ. ഡയറ്റ് മോഡിഫിക്കേഷനും എക്സസൈസും. അപ്പോൾ എന്തൊക്കെ ഡയറ്റ് നമ്മൾ കഴിച്ചാൽ അത് നമുക്ക് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 25 kg/m² ആണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബോഡി സർഫസ് ഏരിയ BM ഇത് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ നോക്കണം, അതിലേക്ക് താഴേക്ക് കൊണ്ടുവരാൻ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സസൈസും ഡയറ്റ് മോഡിഫിക്കേഷൻ വേണമല്ലോ. അപ്പം ചില ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറയും. പ്രോസസ്ഡ് മീറ്റ് അല്ലെങ്കിൽ സോസേജസ്, പൊട്ടറ്റോസ്, ഫ്രൈഡ് ഐറ്റംസ്, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അത്രയ്ക്ക് വെയിറ്റ് ഉള്ളവർ നമുക്ക് വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യണം. പിന്നെ എപ്പോഴും നമ്മൾ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സൊക്കെ നമ്മുടെ റെഗുലർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ സാലഡ്സ്, എക്സസൈസ്, ഇതൊക്കെ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ എന്ത് അസുഖത്തിനും ക്യാൻസർ തന്നെയല്ല, നമുക്കിപ്പോൾ ഹാർട്ട് ഡിസീസ് സെയിം തന്നെയല്ലേ പറയുന്നത്. ഏതിപ്പം നമ്മൾ ഹൈപ്പർ ടെൻഷൻ അപ്പം നടക്കാനല്ലേ പറയുന്നത്. അപ്പോൾ ഏത് അസുഖത്തിനും ബേസിക്കായിട്ടുള്ളതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ ക്യാൻസർ വന്നു കഴിഞ്ഞിട്ട് ഈ ചികിത്സ ചെയ്തു ആ ചികിത്സ ചെയ്താൽ മതിയെന്നിരിക്കുന്നതൊരു മണ്ടത്തരം തന്നെയാണ്. അതിന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഏത് ട്രീറ്റ്മെൻ്റ് ആണോ അത് ചെയ്തിട്ട് വേണം. നമ്മളിപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, പല ഫ്രൂട്ട്സിലും ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അത് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പം തന്നെ നേരത്തെ മുള്ളാത്ത ഇത് ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, എല്ലാ നല്ല റൈപ്പ് ഫ്രൂട്ടിലും ഈ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പം അത് കഴിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇഫക്റ്റാണ് അത് വരുന്നത്. ഈ ആന്റി ഓക്സിഡൻസ് ഉള്ള ടാബ്ലറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്? അതുണ്ട്, പക്ഷേ നമ്മൾ പ്രകൃതി നാച്ചുറലായിട്ടുള്ള ഇത് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും നാച്ചുറലായിട്ടുള്ളത്, റൈപ്പ് ഫ്രൂട്ട്സ് കഴിക്കണം. അതാണ് ആൻറ്റി ഓക്സിഡൻസ്. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ മൊത്തത്തിലൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ക്യാൻസർ പേഷ്യൻസ് കൂടുതലാണ്. അപ്പോൾ ഇപ്പം മാഡം മുമ്പ് പറഞ്ഞല്ലോ സോസേജ് ഒക്കെ ഇത് കൂട്ടും, ചാൻസസ് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ വിദേശികളൊക്കെ അവരുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു ഫുഡാണ് സോസേജ് പോലുള്ള സാധനങ്ങൾ. പക്ഷെ അവർ സാലഡ്സും അതുപോലെ കഴിക്കും. അവർ സാലഡ്സ് എല്ലാം അവരുടെ എല്ലാ ഫുഡിലും സാലഡ് ഉണ്ട്. പിന്നെ അവർ എക്സസൈസ് നമ്മളെക്കാളും സെഡൻറ്ററി ലൈഫ് അവർക്ക് കുറവാണ്. എന്നാൽ ചില ക്യാൻസറുകൾ അവർക്കും കൂടുതലാണ്, ചില ക്യാൻസറുകൾ നമുക്ക് കൂടുതലാണ്. ബ്രസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ വേൾഡ് വൈഡ് കൂടുതലാണ്. അത് മറ്റ് കൺട്രികളെ പോലെ തന്നെയാണ്, ഗ്ലോബൽ മറ്റ് കൺട്രികളെ പോലെ തന്നെയാണ് നമുക്ക് കേരളത്തിൽ ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റീസിൽ. എന്നാൽ ഗ്രാമങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അത് കുറച്ച് കുറവാണ്. അപ്പോൾ എപ്പോഴും ലൈഫ് സ്റ്റൈലിൻ്റെ വ്യത്യാസമാണല്ലോ. മദ്യപാനത്തിൽ ഏറ്റവും കൂടുതൽ കേരളം തന്നെയാണല്ലോ. പിന്നെ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ തന്നെയാണല്ലോ കേരളത്തിനെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടുതലാണ് കേരളത്തിൽ. സെഡൻറ്ററി ലൈഫ് കൂടുതലായിട്ടായിരിക്കും. ഈ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉള്ള ഒരു ഫാമിലിയിലെ മറ്റ് മെമ്പേഴ്സ് അംഗങ്ങളോട് മാം പറയുകയാണെങ്കിൽ എന്തായിരിക്കും അവർക്ക് കൊടുക്കാനുള്ള ഒരു ഇത് കേൾക്കുന്ന ആൾക്കാർക്കും അവരുടെ വീട്ടിൽ ഒരാളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? അല്ല, പണ്ടൊക്കെ എല്ലാവരും വിചാരിക്കുന്നു ക്യാൻസർ തൊട്ടാ പകരുമെന്ന്. അതൊക്കെ തന്നെ മാറിയിട്ട് അതൊക്കെ തന്നെയും മാറി. ഇപ്പോൾ എൻ്റെ ഒരു പേഷ്യൻ്റ് പറയായിരുന്നു, ഒരു ഫോൺ ഇപ്പം അവരുടെ ആൾക്കാരൊന്നും റിലേറ്റീവ്സ് ഒന്നും ഇപ്പോൾ ഫോൺ ചെയ്യുന്നില്ലെന്ന്. അവരുടെ വിചാരം ഈ ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് പകരും, അപ്പോൾ ആരും വിളിക്കത്തില്ല. അങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് നമ്മൾ ഇത്രയും മുന്നോട്ടായല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അതുപോലെ നമ്മുടെ ഇപ്പം ഓവറിയൻ ക്യാൻസർ ഒക്കെ പറയുമ്പോൾ ഇതിനൊരു റിമൂവൽ ആണല്ലോ അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗമാണല്ലോ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പം ഇത് ഇമോഷണലി എടുക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ചും ഗർഭപാത്രം എന്ന് പറയുമ്പോൾ ഇത് ഒരു സ്ത്രീത്വത്തിന്റെ ഭാഗമായിട്ടൊക്കെ വരുമല്ലോ. അപ്പോൾ ഇമോഷൻ അങ്ങനെയൊന്നും ആരും എടുക്കുന്നില്ല. അത് അസുഖം എന്ന് പറഞ്ഞാൽ മാറ്റിവെച്ചാൽ മതി എന്ന ആൾക്കാർക്കുള്ളൂ. അസുഖമുള്ളതൊന്നും ഒരിക്കലും അത് ആൾക്ക് ശരീരത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഇമോഷണലി എടുക്കുന്ന ഒരു ആളെ മാഡം എങ്ങനെയാണത് അവർക്കൊരു അഡ്വൈസ് ഒക്കെ കൊടുക്കുന്നത്? ഇമോഷണലി എടുക്കുന്നവർ വളരെ ചുരുക്കം. അത് ഇപ്പം അവരുടെ ഇപ്പം പേരൻസ് കല്യാണം കഴിക്കാത്ത ആൾക്കാരിൽ ഇപ്പം യൂട്രൈൻ ക്യാൻസർ വരികയാണ്, പേരൻസിന് അതൊരു ഇമോഷണൽ, അവരുടെ വീട്ടുകാർക്ക് അതൊരു ഇമോഷണൽ ഇതായിരിക്കും. പക്ഷെ അല്ലാത്തവരൊന്നും അത് അങ്ങനെ ആ ഒരു ലെവലിലേക്ക് എടുക്കാറില്ല. ഇപ്പം നമുക്ക് അസുഖം ഭേദമാകുന്നു. ഏറ്റവും പ്രധാനം നമ്മുടെ ജീവനാണല്ലോ ഏറ്റവും പ്രധാനം. അല്ലാതെ നമുക്ക് അതുണ്ടെങ്കിലല്ലേ നമുക്ക് പിന്നെ എല്ലാം ഉള്ളൂ. ചുവരുന്നത് ഉണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഞാൻ എല്ലാപ്പോഴും പറയുന്ന അങ്ങനെ, നമുക്ക് ജീവൻ ഉണ്ടെങ്കിലല്ലേ നമുക്കതുകൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് വെറുതെ ക്യാൻസറിന് സർജറി ചെയ്യേണ്ട, അല്ലെ ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെയല്ലേ നമ്മൾ ഇല്ലാതാക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ എന്താണ് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ ഗൈനക്കോളജി ഓങ്കോളജിസ്റ്റ് സർജൻസ് തന്നെ വളരെ കുറച്ചാണ് അതിപ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സ്മാരുള്ളത്. അപ്പോൾ അതിൽ മാമിൻ്റെ ഒരു ആദ്യത്തെ ഒരു സർജറിയുടെ ഒരു ഓർമ്മകളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ഓർക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പം എനിക്കും ആദ്യത്തെ ഒരു സർജറിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അന്ന് പേടിയോ അല്ലെങ്കിൽ ഒരു എന്താണ് ഫേസ് ചെയ്തിരുന്നത്? സർജറി ഒന്നാമത് എനിക്കിഷ്ടമായിരുന്നു. പേടിക്കേണ്ട അതിലൊരു കാര്യം തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് വന്നത് പോലും. എന്നുവെച്ചാൽ ഞാൻ ഹസ്ബൻഡിൻ്റെ അവർക്കൊരു തിരുപ്പൂർ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഗൈനക്കോളജിക്ക് പോയത് പോലും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല പോയത്, എനിക്ക് മെഡിസിനായിരുന്നു ഇഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തു. ഈ ക്യാൻസർ വിഭാഗത്തിൽ ജോയിൻ ചെയ്തത് കൊണ്ട് അപ്പോൾ RCCയിൽ ഇതുപോലെ ഒരു ഒഴിവ് വന്നു. ഗൈനക്കോളജി സർജറി, ക്യാൻസർ സർജറീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു ഒഴിവ് വന്നപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ദിവസം തന്നെയാണ് ഞാൻ സർജറി ആയിട്ടുള്ളൊരു അവിടെ തുടങ്ങുന്നത് മാം തന്നെയല്ലേ തുടങ്ങുന്നത്. അപ്പോൾ അതിലൊരു ഇൻട്രസ്റ്റ് കൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത് തന്നെ. പിന്നെ അതിൽ ഓർമ്മകളുണ്ടോയെന്ന് ചോദിച്ചാൽ ധാരാളം ഉണ്ട്. അന്നത്തെ ആദ്യത്തെ എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ ടാറ്റ മെമ്മോറിയലിലാണ് ആദ്യം ട്രെയിനിങ്ങിന് പോയത്, മുംബൈയിൽ 6 months ട്രെയിനിങ്ങിന് പോയത്. അപ്പം അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സർജറി തുടങ്ങുന്നതൊക്കെ നല്ല നല്ല ഓർമ്മകൾ തന്നെയാണ്. പിന്നെ ഞാൻ ആദ്യം ചെയ്ത പേഷ്യനെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ഞാൻ വാർഡ് ചെയ്ത് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരൊന്ന് എനിക്ക് ജീവിക്കണം, എനിക്ക് വേണ്ട എന്ത് ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് ജീവിക്കണം, എൻ്റെ കുട്ടികളെ വളർത്തണം. അവർ വളരെ ചെറു പ്രായമാണ്, അവരെ എനിക്ക് വളർത്തണം. ആ ഒരു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം ഇതെല്ലാം മാറ്റി വേറെ മോശം പോകാൻ പാകെ, യൂറിൻ പോകാൻ പാകെ, ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമല്ലായിരുന്നു. അവർക്ക് എനിക്ക് ജീവിക്കണം, എനിക്ക് കുട്ടികളെ വളർത്തണം എന്നുള്ള ഒരു ഡോക്ടറിൻ്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ എപ്പോഴും 24/7 വർക്ക് ചെയ്യേണ്ട ഒരു ഇതാണ്. പ്രത്യേകിച്ച് സർജൻസ് കൂടെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഈ ടെൻഷൻസും പ്രഷേഴ്സും വർക്ക് ടൈമും ഒക്കെ കൂടുതലായിരിക്കും. എങ്ങനെയാണ് ആ ഒരു ലൈഫ് ഇത്ര പ്ലസൻറ്റ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? അത് കഴിഞ്ഞാട്ട് അങ്ങോട്ട് യൂസ്ഡായി. നാളത്തെ നാളെ കൺസിഡർ ചെയ്യുക. ഇന്നത്തെ തീർന്നെങ്കിൽ ഇന്നത്തേക്ക് ഹാപ്പി, നാളത്തെ കാര്യം ഇന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കത്തില്ല. അതാണ്. ഇപ്പം ഇനി ഒരു ഫ്യൂച്ചറിൽ ഈ ക്യാൻസറിനൊരു പ്രിവെൻറ്റീവ് മെഡിസിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? പ്രിവെൻറ്റീവ് ഇപ്പോൾ ഓൾറെഡി ഒരു ഗർഭാശയകള ക്യാൻസറിന് വാക്സിൻ വന്നിട്ടുണ്ടല്ലോ, HPV വാക്സിൻ, HPV വൈറസ്. അത് ഇപ്പം 10 to 26 years ആണ് ആ വാക്സിൻ എടുക്കുന്നത്. ഇപ്പം 15 വയസ്സ് വരെ നമുക്ക് 2 ഡോസ് മതി. 15 വയസ്സ് കഴിഞ്ഞാണ് 3 doses എടുക്കുന്നത്. പക്ഷേ WHO ഒക്കെ പറയുന്നത് 20 വയസ്സ് വരെയും 2 ഡോസ് മതിയാണെന്ന് വെച്ചാൽ ആൾക്കാർ അത്രയും പേർക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിലും അത്രയും മതി എന്നുള്ള, അതുകൊണ്ട് തന്നെ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പം ഡോക്ടറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ ഒത്തിരി സർജറീസ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി രോഗികളെ കണ്ടിട്ടുണ്ട്. മാം ആഗ്രഹിക്കുകയാണ് ഇങ്ങനൊരു ഒരു ചേഞ്ച് ഈ ട്രീറ്റ്മെൻറ്റിൽ വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സർജറി പാറ്റേൺ, ഇപ്പോൾ ആ യൂട്രസ് റിമൂവൽ അതല്ലാതെ ഒരു ചികിത്സാ രീതി വരികയാണെങ്കിൽ എന്നൊക്കെ ഒരു ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ധാരാളം ആലോചിച്ചു. ഈ പ്രിവെൻഷന്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സർജറി കൊണ്ട് മാത്രം ക്യൂർ ചെയ്യണം അങ്ങനല്ലേ ഒരു സർജൻ വിചാരിക്കുള്ളൂ. ഒരു സർജൻ്റെ എന്താ സെൽഫിഷ് ചിന്ത അതല്ലേ കാണുള്ളൂ. ഞാൻ എൻ്റെ സർജറി കൊണ്ട് തന്നെ എല്ലാം ഭേദമാകണം, വേറൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ എന്നുള്ളത്.
അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റുകൾ ചിലപ്പോൾ ഇപ്പം തന്നെ ഇപ്പോഴും പേഷ്യൻസിന് കീമോതെറപ്പി എന്ന് പറയുന്ന പറയുമ്പം തന്നെ ഒരു ഇതാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയത്തില്ല. പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്കത് മനസ്സിലാവും. അപ്പം മുടി പോകുന്നത് മാത്രമാണ് ആൾക്കാർക്ക് ഒരു പ്രശ്നം. അതും ഈ സോഷ്യൽ സ്റ്റിഗ്മ കൊണ്ടാണ്. ഇപ്പം ഒരു സർജറി ഉള്ള ദിവസം മാമിൻ്റെ റുട്ടീൻ എന്തായിരിക്കും? രാവിലെ ഇപ്പോൾ ഒരു സർജറി ഉണ്ട്, നാളെ സർജറി ഉണ്ട്, നാളെ ആ ഒരു ഡേ എങ്ങനെയായിരിക്കും മാം പ്ലാൻ ചെയ്യുക? അത് പണ്ടൊക്കെ നമുക്ക് ഇത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്. എന്നാലും ഒരു ഇതിൻ്റെതായിട്ടൊരു ഇതുണ്ടാവും. അപ്പോൾ ഇന്ന് സർജറി ആണല്ലോ എന്നുള്ളൊരു വിചാരം ഉണ്ടാവും എപ്പോഴും. നമ്മുടെ റുട്ടീൻ അങ്ങനെ നേരത്തെ എഴുന്നേക്കും ഞാൻ. അങ്ങനത്തെ അത് ഞാൻ മാറ്റാറില്ല. അതിപ്പോൾ സർജറി ഡേയും മറ്റേ ഡേയും തമ്മിൽ എനിക്ക് വ്യത്യാസമില്ല. 6 ഒക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേക്കും. പ്രെയർ 1 മണിക്കൂർ 1/4 മണിക്കൂർ പ്രെയർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കും കുറച്ച് നേരം. 9 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് 8:30 ആകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിലേക്ക് പോകും. മാഡത്തിൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ മാഡത്തിന് മറക്കാൻ പറ്റാത്ത ഒരു പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടോ? ഈ പേഷ്യൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ. ഇത് ഈ ഒരു RCCയിലെ പേഷ്യൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞത്. പിന്നെ അങ്ങനത്തെ ഒരുപാട് ഇതുണ്ട്. നമുക്ക് അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പം മാം ഇത്രയും വൈഡായിട്ടുള്ള ടോപ്പിക്കിൽ ഇത്ര നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി. താങ്ക്സ് ലോട്ട് മാം. താങ്ക് യു.